ഇങ്ങനെ ഷൂട്ട് ചെയ്തതിന്റെ പേരിൽ നമ്മുടെ ചാനലിൽ നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ ഞാനത് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതിൽ ഞാനൊരു വീഡിയോ പോലും എടുത്തിട്ടില്ല. ഇത് വലിയ കഥ പറഞ്ഞു പോകുന്ന പോലെ തോന്നി. ഇത് വാങ്ങിയിട്ട് കുറച്ച് നാളാവുകയും ചെയ്തു. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സൺഷൈൻ മലയാളം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് തമ്മിൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ക്യാമറ മേനോനെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി അൺബോക്സ്ഡ് ആണ്. ഇത് ഞാൻ തുറന്നു നോക്കിയായിരുന്നു. ഇതൊരു ജനുവരിയിൽ വാങ്ങിച്ച സാധനമാണ്. ഇത്രയും നാളും തുറന്നു നോക്കാതിരിക്കണമെങ്കിൽ അത്ര ക്ഷമയൊന്നും എനിക്കില്ല. ഞാൻ ആ വാങ്ങിച്ചു കൊടുക്കുന്ന അപ്പം തന്നെ തുറന്നു നോക്കി എന്തൊക്കെ സംഭവമാണ്. പിന്നെ ഉപയോഗിച്ച് നോക്കിയില്ല. ഈ നമ്മുടെ ചാനലിൽ ഇതിന്റെ അൺബോക്സിങ് ഇട്ടിട്ട് ഉപയോഗിക്കാന്ന് വിചാരിച്ചു. കാരണം ഇതിന്റെ ബോക്സും പേപ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ തുറന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിലേലും പോയി കഴിഞ്ഞാൽ പിന്നെ തപ്പിയെടുക്കാന്ന് പറഞ്ഞാൽ തപ്പിയെടുക്കുന്ന പരിപാടിയില്ല. അത് പോയ വഴിയായിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് തുറന്ന് ഇതിനെ നശിപ്പിക്കേണ്ട, നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്കിത് എല്ലാ പരിപാടികളും തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് ഇത്ര നാളെടുക്കാതിരുന്നത്. അപ്പം ഇത് ഈ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സോണിയുടെ ZV-E10 ക്യാമറയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് തരുന്ന ഒരു ക്യാമറ തന്നെയാണ്. 4K ഔട്ട്പുട്ടാണ് ഇതിന്റെ വരുന്നതെന്നാണ് ഇവര് പറയുന്നത്. നല്ല ക്യാമറ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വ്ളോഗേഴ്സിന് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും വാങ്ങാൻ പറ്റുന്ന ഒരു ബേസിക് ലെവലിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് സോണിയുടെ ഈ ഒരു ZV-E10 എന്ന് പറയുന്നുള്ള ഈ മോഡലിൽ വരുന്ന ഈ ഒരു ക്യാമറ. നമ്മൾ ഈ ക്യാമറ വാങ്ങിയത് ദമാമിലുള്ള സോണിയുടെ ഷോറൂമിൽ തന്നെ പോയിട്ടായിരുന്നു. നമ്മളവിടെ ചെന്നപ്പം വേറെ ഒരുപാട് ഇതിൻ്റെ തന്നെ വെറൈറ്റി പെട്ടിട്ടുള്ള ക്യാമറാസ് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഫ്ലിപ്പ് ചെയ്യുന്ന ക്യാമറയായിരുന്നു ആവശ്യം. കാരണം ഞാൻ എപ്പോഴും മൊബൈൽ ഫോണിൽ ഫ്രണ്ട് ക്യാമിലായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. അതിന് ഒരുപാട് പ്രോബ്ലംസും ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്ലിപ്പുള്ള ക്യാമറയായിരുന്നു ഞാൻ അന്വേഷിച്ചത്. വെച്ചിരുന്നോണ്ട് സംഭവമൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ. ഓൾറെഡി തുറന്നാണ്. പിന്നെ ഇതിനകത്തോട്ട് തിരിച്ച് ഫിക്സ് ചെയ്യലാണ് ഏറ്റവും കഷ്ടമുള്ള പരിപാടി. അതൊരു ക്യാമറ കാണിച്ചു തരാം. ഞാനത് എടുത്തിട്ട് പിന്നിട്ട് വെച്ചതാട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ക്യാമറ. എനിക്ക് ക്യാമറയെ പറ്റിയിട്ടൊന്നും വലിയ സംഭവമായിട്ട് പറയാനൊന്നും അറിയത്തില്ല. ക്യാമറ ഉണ്ട്, അതിന് ഫ്ലിപ്പ് ഉണ്ട്, അങ്ങനെയൊക്കെ എനിക്കും അറിയത്തുള്ളൂ. പിന്നെ അത്യാവശ്യം ഇത് പൊട്ടിച്ചേരാം കേട്ടോ. തിരിച്ച് മറിച്ചൊക്കെ ഞാനത് ബാക്കി പൊട്ടിച്ചേരാം. ഇതിന് ഇങ്ങനെ ഒരു ഫ്ലിപ്പ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഫ്ലിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മുന്നിലിരുന്ന് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇതിന്റെ ഇവിടെയായിട്ട് ഇവരൊരു മൈക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കാണുന്നുണ്ടോ? ഇതിന്റെ ഉള്ളിൽ 3 മൈക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലോട്ട് ഇനി കണക്ട് ചെയ്ത് എക്സ്ട്രാ ഒരു മൈക്കിന്റെ ഒരു ആവശ്യമില്ല. നമ്മുടെ കാര്യം ഈ ഒരു ബട്ടൺ കണ്ടു. ഈ ഒരു ബട്ടൺ ബ്ലർ ബട്ടൺ ആണ്. അതായത് നമ്മൾ വീഡിയോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തൊട്ട് ബാക്കിലുള്ള സംഭവമൊക്കെ ഇപ്പൊ ഈ കാണുന്ന ഇതൊക്കെ ഒന്ന് ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ ഒരു പ്രസ്സിന് തന്നെ ബ്ലർ ആവും. ഇതിൽ തന്നെ ക്യാമറ ആക്കാനും വീഡിയോ ക്യാമറ ആക്കാനും അതുപോലെ തന്നെ ഇതിനെ സ്ലോ മോഷൻ ആക്കാനും, നമ്മൾ വീഡിയോ എടുക്കുന്നത് സ്ലോ മോഷൻ ആക്കാനും വേറെ ഓപ്ഷന് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ അതിനുള്ള സിംഗിൾ ബട്ടൺ ആയിട്ട് തന്നെ അവരതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും. നോർമൽ ക്യാമറയിൽ കാണുന്ന പോലത്തെ തന്നെയുള്ള സെയിം ബട്ടണുകൾ തന്നെയാണ് ഇവിടെ എല്ലാവരും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടുള്ളവർക്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു 4K ഔട്ട്പുട്ട് വരുന്ന ഈ ഒരു ലെവലിലോ ഈ ഒരു ബേസിക് ലെവലിലുള്ള ക്യാമറ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ അപ്പം ഞാനിതിപ്പം ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫോക്കസ് കപ്പാസിറ്റിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ഫോക്കസ് ആകുമ്പോഴത്തേക്കും വീഡിയോ റെക്കോർഡ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഇടുക കേട്ടോ. വീഡിയോയിൽ ഇട്ട് കഴിയുമ്പോൾ കണ്ടോ, ഇപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു റെഡ് കളറുള്ള ഒരു ബോക്സ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് വീഡിയോ റെക്കോർഡിംഗ് ആണ് എന്നുള്ളത്. അത് ഓഫ് ആക്കി കഴിയുമ്പോൾ കണ്ടോ. അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ചില സമയങ്ങളിലൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ക്യാമറ റെക്കോർഡിംഗ് അല്ലായിരുന്നു എന്നുള്ളത്. അപ്പം നമുക്ക് തന്നെ നമുക്ക് തന്നെത്താനായിരിക്കും നമ്മൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കതൊരു വലിയ ഹെൽപ്പായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉള്ളത്.
അപ്പം അതായത് ഈ ക്യാമറയുടെ കുറച്ച് അഡ്വാൻറ്റേജസ് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു മൈക്കിൻ്റെ കാര്യം നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. ഇതിൻ്റെ മൈക്ക് നല്ല പവർഫുൾ ആണ്, അത്യാവശ്യം സൗണ്ട് എല്ലാം ഇത് പിടിച്ചെടുത്തോളും. അതേപോലെ തന്നെ വേറൊരു കാര്യം, ബ്ലർ എഫക്റ്റ്. ഇതിൻ്റെ ബ്ലർ ആക്കാൻ വേണ്ടി, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബട്ടൺ ഉണ്ട്. അതുപോലെ ക്യാമറ, വീഡിയോ ക്യാമറ, അതുപോലെ സ്ലോ മോഷൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബട്ടൺ ഇവിടെ തന്നിട്ടുണ്ട്. എല്ലാ ക്യാമറയ്ക്ക് ഇതുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ആ ഒരു റെഡ് കളറിലുള്ള ഒരു ലൈൻ പോകുന്നത് കാണുമ്പോൾ നമുക്ക് റെക്കോർഡിംഗ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് അല്ലേ. അപ്പം ഈ ഒരു ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കിയാലും ഇതിന് കുറേ അഡ്വാൻറ്റേജസ് മാത്രമേ ഉള്ളൂ. ഒരു ന്യൂ ആയിട്ട് വ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് ഫോണിനെക്കാട്ടിലും ഒന്നും കൂടെ ഫോണിൽ യൂസ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് മുകളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ മുടക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിൻ്റെ ഉപയോഗിച്ച് നോക്കി ഭയങ്കര ഇതായിട്ട് പറയുന്നതല്ല, ഉപയോഗിച്ച് ഒരുപാട് പേര് പറഞ്ഞിട്ട് കൊണ്ട് പറയുന്നതാണ്. ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ എൻ്റെ റിവ്യൂ പിന്നീട് അതിൻ്റെ യൂസിനെ പറ്റിയുള്ള കാര്യം പിന്നെ പറയുന്നതായിരിക്കും. അഡ്വാൻറ്റേജ് മാത്രം പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് ചിലർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം. അതായത് നമ്മളിത് ഒരു 4K ഇട്ടിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് ഹീറ്റായെന്ന് പറഞ്ഞ് ഈ ക്യാമറ ഓഫ് ആവുന്നതായിരിക്കും. അങ്ങനെയാണ് അവർ പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഞാനിതിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനി വീഡിയോസ് ഞാൻ എടുക്കുന്ന ടൈമിൽ ഞാൻ പറയാം അങ്ങനെ ഒരു സംഭവം ഇതിനുണ്ടോ എന്നുള്ളത്. കേളിട്ട് ചെയ്യുമ്പോഴാട്ടോ ഈ ഒരു, അതായത് ഹൈ ക്വാളിറ്റി, അത്രയും ഒരു ക്വാളിറ്റിയിൽ അത് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കുമ്പോൾ 10 മിനിറ്റ് ആകുമ്പോൾ ഇത് ഓഫ് ആവുന്നു. അതേപോലെ ഒരു 1080 ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ കിട്ടുന്നു അവർ പറയുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഭയങ്കര ഹൈ ക്വാളിറ്റിയിൽ കിട്ടുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ, കുറച്ച് നേരം ക്യാമറയ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കാൻ തോന്നുന്നു. എനിക്കറിയില്ല, ഞാനത് ചെയ്ത് നോക്കുമ്പോൾ എനിക്കത് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അപ്പം പറയാം അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണെന്നുള്ളത്. അല്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം ഇത്രയും അഡ്വാൻറ്റേജസ് ഉള്ള ഒരു ക്യാമറയെ നമ്മളങ്ങനെ ഇതാക്കാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ അവർ പറയുന്ന ഒരു കാര്യം, ഇതിൽ വ്യൂ ഫൈൻഡർ ഇല്ല എന്നാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ആ ബോക്സിൽ വരുന്നത് ഇതിൻ്റെ ഒരു കേബിൾ ഉണ്ട്, പിന്നെ അതിൻ്റെ വള്ളി, നമ്മൾ ക്യാമറ തൂക്കിയിടുന്ന വള്ളിയില്ലേ, നമുക്ക് പൊട്ടിക്കാം. ക്യാമറയിൽ ഇടുന്ന ക്യാമറയുടെ തന്നെയല്ലേ. അടുത്തായിട്ട് നമ്മൾ വാങ്ങിച്ച ആ ബോക്സിലുള്ള സംഭവമാണ്. ഇങ്ങനെ ഒരു ഗ്രിപ്പ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഈ വ്ലോഗിങ് ഒക്കെ ചെയ്യുമ്പോൾ, ഔട്ട്സൈഡ് വ്ലോഗിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗ്രിപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഒന്നൊരു ഫോട്ടോ ഓപ്ഷൻ ഉണ്ട്, പിന്നെ മൂവി ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളതിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നോക്കിയാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലോക്ക് ചെയ്യാനുള്ള സംവിധാനം ഞാനിത് ഉപയോഗിച്ച് നോക്കിയില്ല കേട്ടോ, അതാണ് അതിന് നല്ല കാര്യം. ഞാനിതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, നമുക്ക് ഇപ്പോൾ ഉപയോഗിച്ച് നോക്കാം. എനിക്ക് ഒരു സംഭവം ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ട്രൈപ്പോഡൊന്നും ഇതിന് പറയാമെന്ന് അറിയത്തില്ല. ഗ്രിപ്പ് കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപയോഗത്തെ പറ്റി എനിക്ക് അത്യാവശ്യം അങ്ങനെ അറിയത്തില്ല, അതാണ് സംഭവം. ഇത് ക്യാമറയെ പറ്റി നല്ലതായിട്ട് അറിയുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്, അവർ ചിരിച്ച്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് ആകെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത് ബാറ്ററി ഇട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതെനിക്ക് അറിയില്ലായിരുന്നു, സുഹൃത്തുക്കളെ, അറിയില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് ഞാനിത് ഓപ്പൺ ആക്കി നോക്കുമ്പോഴാണ് സംഭവം. എൻ്റെ വിചാരം ഇത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരുന്നു. ചാർജ് ചെയ്യുന്ന സംഭവം ഉണ്ടോ ഗ്രിപ്പോ ഉണ്ടെങ്കിൽ അതാട്ടോ നല്ലത്. ബാറ്ററി എന്ന് പറയുന്ന സംഭവം കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചാർജ് ചെയ്ത് തീർന്ന് പിന്നെ വാങ്ങേണ്ടി വരില്ലേ. ചാർജിങ് ആകുമ്പോൾ കുത്തി അങ്ങ് ഇട്ടാൽ പോരെ. ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നത്. ഇത് ചാർജ് ചെയ്യുന്നതല്ലെന്ന്, ഇതിന് ബാറ്ററിയാണ്. അതാണ് എനിക്കൊരു വിഷമമായത്. അത് മാത്രമേ ഒരു കുഴപ്പമുള്ളൂ. അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ബാറ്ററി ഇടുന്ന സംഭവം. അത് തുറക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ 2 കൈ വെച്ച് മല്ല് പിടിക്കണം, നല്ല തുറന്നു വരുള്ളൂ. ഈ ഒരു സൈസ് ബാറ്ററി ഇല്ലേ, അതാട്ടോ. നന്നായി ടൈറ്റ് ചെയ്തോളാം കേട്ടോ. ക്യാമറയാണ് മോനെ, താഴെ പോയാൽ തീർന്നു. നമുക്കിതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. എന്തോന്ന് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഗ്രിപ്പ് ക്യാമറയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രിപ്പിലുള്ള ആ ഫോട്ടോ ഓപ്ഷനും വീഡിയോ ഓപ്ഷനും മാത്രമേ എനിക്കറിയത്തുള്ളൂ. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്, എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് നോക്കുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഇങ്ങനെ മനസ്സിലാവാത്ത സാഹചര്യങ്ങളിൽ മാർക്ക് നോക്കിയിരിക്കാതെ ഉടനെ തന്നെ കവറിനകത്തുള്ള പേപ്പർ കഷ്ണങ്ങളില്ലേ എടുക്കാം. അതിനകത്ത് വിശുദ്ധമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് വായിക്കാനുള്ള മടി കൊണ്ടാണ് ഇത്ര നേരം കുത്തിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഇംഗ്ലീഷ് എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ തപ്പ്
അപ്പം ഈ ക്യാമറയുടെ സംഭവത്തെ പറ്റി പറയുകയാണെങ്കിൽ വലിയൊരു ലിസ്റ്റ് തന്നെ അവർ തന്നിട്ടുണ്ട്. തന്നെ നോക്കട്ടെ. അപ്പം ഇത് ഇങ്ങനെയാണ് ഇതിനകത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുന്നത്. അപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ക്യാമറ വേണ്ടി ഇങ്ങനെ ആക്കാം. താഴോട്ട് വളരെ ചെറിയൊരു പേപ്പർ ഷീറ്റിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് വായിച്ചു വെക്കാൻ വേണ്ടി 1 മാസം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അയ്യോ ഇത് വേറെ എന്തോ ലാംഗ്വേജ്, ഇംഗ്ലീഷ് എടുക്കട്ടെ. ഇതിൽ കുറെ ബട്ടൺ ഒക്കെ ഉണ്ട്, അതൊക്കെയാണ് ഞാൻ നോക്കി പഠിക്കട്ടെ. അപ്പൊ നമ്മുടെ ക്യാമറയിലുള്ള മൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അതിൽ 3 മൈക്ക് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. 3 മൈക്ക് ഒന്നിച്ചുള്ളതാണ്. അപ്പൊ അതില് വിൻഷീൽഡ് മൈക്കാണ് അത്. അതായത് പുറത്തൊക്കെ നിന്ന് നമ്മളിപ്പോ കാറ്റൊക്കെ ഉള്ളവിടെ നിന്നിട്ട് വീഡിയോ വ്ലോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അതിന്റെ ഒരു സൗണ്ട് കാര്യങ്ങളൊന്നും ഇതിന്റെ ഉള്ളിലോട്ട് കേൾക്കില്ല. നമ്മുടെ സൗണ്ട് മാത്രം നല്ല ക്ലാരിറ്റിയിൽ കേൾക്കും എന്നാണ് പറഞ്ഞത്. ഇതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് ഈ ഒരു മൈക്കും കൂടെ. ഇതും സോണിയുടെ തന്നെ ഒരു മൈക്കാണ്. അതിന്റെ കേബിള്, അതായത് നമുക്ക് ഈ മൈക്രോഫോണിന്റെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. ഇത് നമുക്ക് ഈ ക്യാമറയുടെ ഇവിടെ ആയിട്ട് ഒരു പോർഷൻ തന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വ്ളോഗിങ് ഒക്കെ ചെയ്യാം. അല്ല നമുക്ക് അല്ലാത്ത സ്റ്റാൻഡിന് ഹൈറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് സ്റ്റാൻഡിൽ കണക്ട് ചെയ്താൽ അതൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഇങ്ങനെ ചാനൽ റൈറ്റിംഗിന്റെ ഇതെടുത്ത് നോക്കിയാൽ അറിയാലോ. അതിൽ ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. പക്ഷെ അവർ കാണുന്നവരൊന്നും വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ കാണൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ആ നല്ല വീഡിയോസ് ആയിട്ട് ഇനി നമുക്ക് പൊളിക്കണം. അപ്പം നമ്മുടെ ക്യാമറയൊക്കെ മേടിച്ച സ്ഥിതിക്ക് ഇനിയിപ്പം മടി പിടിച്ചിരിക്കാനും പറ്റത്തില്ല. ക്യാമറ മേടിച്ചല്ലോ, അതുകൊണ്ട് എന്താണെങ്കിലും വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ അത് എല്ലാം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കൂടി എന്നെ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടി നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അപ്പം അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.